ചുവടുറപ്പിച്ച് പ്രശസ്ത കഥാകാരൻ ശ്രീ അക്ബർ കക്കടലിനെ ആശംസകൾക്കായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സി ആർ ജയമാഷ്, കാതർക്കാർ, UK രാമനുണ്ണി, TVDC, സദസ്സിലുള്ള ഗുരുജനങ്ങളെ, മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ, ഞാൻ ജനിക്കുന്നതിനും 2 വർഷം മുമ്പാണ് കറന്റ് ബുക്സ് തോമസ് മുണ്ടശ്ശേരി സ്ഥാപിക്കുന്നത്. ഞാൻ MAക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കറന്റ് ബുക്സ് DC ഏറ്റെടുക്കുന്നത്. ഈ കാലയളവിൽ എനിക്ക് ഓർമ്മ വെച്ച ശേഷം ഈ സ്ഥാപനവുമായി ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബന്ധപ്പെടുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം ഓർമ്മയ്ക്ക് പുറത്തും ഏറെക്കാലം ഓർമ്മയ്ക്കകത്തും എന്ന് മറ്റൊരു രീതിയിൽ പറയാം. ഈ പുസ്തകശാലയുടെ അല്ലെ പ്രസാധകരുടെ ജൂബിലി ആഘോഷവേളയിൽ പങ്കുകൊള്ളാൻ കഴിയുന്നു. എഴുത്തുകാരും വായനക്കാരും സഹൃദയരും തമ്മിൽ സംവദിക്കാൻ അവസരമുണ്ടാകുന്നു എന്നുള്ളത് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളിലൊന്നായി ഞാൻ കണക്കാക്കുകയാണ്. 3 പേരുടെ ഓർമ്മകൾ പുതുക്കുവാനും അവരെ നമുക്ക് ആദരപൂർവം അവരുടെ രചനകളെക്കുറിച്ച് ആദരപൂർവ്വം ചിന്തിക്കാനുമുള്ള ഒരു അവസരമാണിത്. രചനകൾ എന്ന് തോമസ് മുണ്ടശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പുറത്തിറക്കിയ രചനകൾ, പിന്നീട് DC-യെക്കുറിച്ച്, അതുപോലെ ബഷീർ കെയെക്കുറിച്ച്, അത്തരത്തിലൊരു ത്രിവേണി സംഗമത്തിൻ്റെ സുഖം കൂടി ഈ ജൂബിലി സമ്മേളനം നമുക്ക് നൽകുന്നുണ്ട്. വർത്തമാനകാല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ ചില അംശങ്ങളെക്കുറിച്ച് ഇവിടെ UK സൂചിപ്പിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര രംഗത്തെ ഒരു പ്രവർത്തകന് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അത് നിസ്സാരമായ ഒരു കാര്യമായി കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ അത് എൻ്റെ വിവരക്കുറവ് കൊണ്ടാവാം. വളരെ സജീവമായി മലയാളത്തിൽ ഇപ്പോഴത്തെ സാങ്കേതിക പദം ഉപയോഗിച്ച് പറഞ്ഞാൽ ലൈവായി നിൽക്കുന്ന ഒരു നടൻ, അദ്ദേഹം ചെയ്ത തെറ്റ്, അദ്ദേഹത്തിന് കൊടുത്ത ചെക്ക് നിരസിക്കപ്പെട്ടതുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നുള്ളത്, അതിൻ്റെ പേരിൽ അയാളെ വിലക്കുക എന്ന് പറഞ്ഞാൽ അതർത്ഥം അതും ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു സ്ട്രീമിൽ സംഭവിച്ചാൽ നാളെ ഇത് മറ്റു രംഗങ്ങളിലേക്കും മാറിക്കൂടായികയില്ല. TVDCക്ക് ഒരു എഴുത്തുകാരനോട് ഏതെങ്കിലും രീതിയിൽ അതൃപ്തി വന്നു കഴിഞ്ഞാൽ TVDCയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാനും ചെറിയ നിലയിൽ അതിൻ്റെ ഭാഗമായി മാറും. പ്രസാധകന്മാരും ചേർന്ന് ഇനി കേരളത്തിലെ ഒരു എഴുത്തുകാരൻ്റെയും പുസ്തകം പ്രസിദ്ധീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ അതിനെ നമ്മൾ ഏത് രീതിയിൽ കാണും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നുകയാണ്. കലാകാരനോട് എന്തുമാവാം എന്നുള്ള ഒരു സമീപനം ഇടക്കാലത്ത് തുറന്നു വരുന്നുണ്ട്. മറ്റൊരു സന്തോഷം എനിക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്, 2 പരിപാടികൾ നമുക്ക് കോഴിക്കോട്ട് നഷ്ടപ്പെട്ട അവസരത്തിലാണ് ഈ ജൂബിലി സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഒന്ന്, ഒരു ചലച്ചിത്രമേള നമുക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത് മലബാർ മഹോത്സവം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ഉദ്യോഗസ്ഥ സ്ഥാനത്തിരിക്കുന്ന ആൾ ഇന്ത്യയുടെ തന്നെ ഭൂപടത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് സ്ഥാനം നേടിക്കൊടുത്ത ഒരു മഹാപ്രതിഭയെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയ സംഭവം നമ്മുടെ കോഴിക്കോട് നഗരത്തിലുണ്ടായി. അതിൻ്റെ ന്യായങ്ങൾ ഇത് തന്നെയായാലും ഒരു ഉദ്യോഗസ്ഥൻ എന്നും ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നും സ്ഥാനം കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി അവസാനിക്കുകയാണെന്നും മനസ്സിലാക്കാനുള്ള വിവേകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറിച്ച് ഒരു കലാകാരൻ എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നവരാണ്. ആ ഒരു
ഒരു ബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്തമാനകാല സമൂഹത്തിൽ ഒരു കലാകാരന് നേരെ ഉയരുന്ന വെല്ലുവിളികളെ, ഒരു കലാകാരൻ തന്നെ അവനവന് തന്നെ വെല്ലുവിളിയായി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അവന് നേരെയും ഉയരുന്ന വെല്ലുവിളികളെ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒട്ടേറെ എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക് നേരെയുള്ള വെല്ലുവിളികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കുവാനും ഇതിനു നേരെ ഒട്ടേറെ സംഭവങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ടായിരുന്നു. എൻ്റെ സമയം അവസാനിക്കുന്നു. അതിനെ ഗൗരവപൂർവ്വം ചിന്തിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാൻ, പരസ്പരം പങ്കുവെക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന രവി ഡിസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സൂഫിയുടെ കഥ പറഞ്ഞുകൊണ്ട് പുതിയൊരു കഥ പറച്ചിലിന്റെ വഴിയിലൂടെ മലയാള വായനക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്തിയ ശ്രീ KP രാമനുണ്ണിയാണ് അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കറന്റ് ബുക്സിന്റെ ജൂബിലി ആഘോഷവേളയിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ ആഹ്ലാദമുണ്ട്. സത്യത്തിൽ ഭാഷയെ സ്നേഹിക്കുന്നവർക്കും സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ ഉണർവുണ്ടാക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഭാഷ മരിച്ചുകൊണ്ടിരിക്കുകയാണോ, സാഹിത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്നാലും ഒരു കിടക്കയിൽ കിടക്കുന്ന രോഗിയുടെ പോലെ ചെറിയൊരു മിടിപ്പ് വെച്ചുകൊണ്ട് സാഹിത്യത്തെയും ഭാഷയും സ്നേഹിക്കുന്നവർ ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ജൂബിലി ആഘോഷവേളയിൽ മുണ്ടശ്ശേരി മാസ്റ്റർ മകൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വാചകത്തെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേവൻ സാർ ഇവിടെ പറഞ്ഞു, ഈ സാഹിത്യം കൊണ്ടൊന്നും വലിയ ഗുണമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരു പ്രസിദ്ധീകരണശാല കൊണ്ടുവന്ന് ഇത്ര ഉയർന്ന നിലയിൽ എത്തിച്ചതെന്ന് ദേവൻ സാർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിൽ ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് ഇന്ന് ഞാൻ ആലോചിക്കുക. സാഹിത്യവും ഭാഷയും ഒന്നും ഗുണം പിടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം എത്തിയിരിക്കുന്നു. ഇതിനുള്ള പല കാരണങ്ങളും തേടലായിരുന്നു ഇതുവരെ ഇവിടെ സംസാരിച്ചവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ദേവൻ സാറ് പറഞ്ഞു, പറഞ്ഞാൽ മനസ്സിലാവാത്ത, വായിച്ചാൽ മനസ്സിലാവാത്ത ഭാഷയിൽ ഗദ്യം എഴുതുന്നവരെ കൊണ്ടാണ് ഇവിടെ ഈ ദുർഗതി വന്നുപെട്ടിരിക്കുന്നത്. ഇത് വളരെ പരിശോധിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു ഭാഷ ഉണ്ടായി വന്നത്? സാഹിത്യം, ഭാഷ എന്ന് പറഞ്ഞാൽ അവനവനെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടി, ബോധ്യത്തോടുകൂടി അവനെ പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമമാണ്. അവനവനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ബോധ്യമില്ലാതിരിക്കുമ്പോൾ, അവനവനെ പറ്റി തിട്ടമില്ലാതിരിക്കുന്ന സമയത്ത് അവന്റെ ഭാഷ ഇടയ്ക്ക് വക്രമായി വരും. അവനവനെ പറ്റി തിട്ടമില്ലാത്ത ഒരവസ്ഥയിൽ, ഞാൻ എന്താണെന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ തലമുറയിലുള്ള എഴുത്തുകാരുടെ ഒരു ആധികാരികത ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഇതൊരു വ്യക്തിയുടെ കുഴപ്പമല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെയും നാം ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആധുനിക സംസ്കൃതിയുടെയും ഒരു സവിശേഷതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഭാഷയിൽ പറയുന്നവർ നമുക്ക് മനസ്സിലാവാത്തത്. അയാളുടെ ശ്രദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഒരു രോദനമായിരിക്കാം അങ്ങനെ വക്രമായിട്ടുള്ളൊരു ഭാഷ. ഇത് പലപ്പോഴും മറ്റു തലമുറയുള്ളവർക്ക്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പിറകുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഭാഷയും സാഹിത്യവും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ സാഹിത്യമൊക്കെ 19-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. 20-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ സാഹിത്യം ചെറുതായി വരികയാണ് എന്നുള്ളൊരു വീക്ഷണമുണ്ട്. ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് സാഹിത്യം ചെറുതാവുന്നത്? നമ്മളുടെ മനോമണ്ഡലം ചെറുതാവുന്നത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ആധികാരികത നഷ്ടപ്പെടുകയാണ്. അത് ഒരുപാട് ഘടകങ്ങൾ, ഇവിടെ കമ്പോളത്തിന്റെ പ്രശ്നങ്ങളായാലും, ഇപ്പോൾ ഈ സാഹിത്യ മണ്ഡലത്തിലുള്ള വിവാദങ്ങളുടെയും തമ്മിത്തല്ലുകളുടെ പ്രശ്നമാണെങ്കിലും ഒക്കെ പറഞ്ഞു. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് സ്വസ്ഥതയോടുകൂടി മനസ്സിലാക്കാനോ, ഇപ്പോ EMS പറ്റി ഇവിടെ ജവൻ സാർ പറഞ്ഞു,
പരിണാമത്തിൽ മനുഷ്യൻ പിറകോട്ട് കൊരങ്ങനായിട്ട് പോവില്ല എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കൊരങ്ങനായിട്ട് പിറകോട്ട് പോകുമോ എന്നുള്ളതാണ്. സാഹിത്യത്തിന്റെയും ഭാഷയുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെ പിറകോട്ട് നമുക്കൊരു ഭാഷ നഷ്ടപ്പെടുന്ന, കൊരങ്ങനിലേക്കോ മൃഗത്തിലേക്കോ തിരിച്ചു പരിണമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഭാഷകളുടെ അവസ്ഥ. ഇതിനെ കമ്പോളത്തിലേക്ക് പുസ്തകത്തിന്റെ മാർക്കറ്റുകളെ റാഞ്ചിക്കൊണ്ടുപോകാൻ വേണ്ടി വലിയ വലിയ ശക്തികളിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ആഗോളവൽക്കരണത്തിനൊക്കെ കാര്യം വരുന്ന സമയത്ത് പിന്നെ പ്രാദേശിക ഭാഷയിലുള്ള കൃതികൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഇംഗ്ലീഷ് റൈറ്റിംഗ് മാത്രമേ ഇന്ത്യൻ സാഹിത്യമായിട്ട് ഉള്ളതെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ലോബി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള ബുക്ക് ട്രസ്റ്റിന്റെ സമ്മേളനത്തിൽ വന്നിട്ടുള്ള വലിയൊരു വാദപ്രതിവാദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള സാഹിത്യമൊന്നും കാര്യമില്ല. ഇവിടെ വിരലെണ്ണാവുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ട്, നല്ല എഴുത്തുകാരുമാണ്. പക്ഷെ അത് മാത്രമേ സാഹിത്യമുള്ളൂ എന്നൊരു പ്രചരണം, ഇതൊക്കെ പ്രാദേശികമായ ഭാഷകൾക്ക് മുകളിലുള്ള ഒരു വലിയ സമ്പത്തിന്റെ ശക്തിയുടെ അധികാര പ്രയോഗങ്ങൾ തന്നെയാണ്. ഇത് നാം പലപ്പോഴും മനസ്സിലാവുന്നില്ല. നാം ഇംഗ്ലീഷിനോട് പ്രേമുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഷ, വളരെ സുന്ദരമായിട്ടുള്ള ഭാഷയാണ്. പക്ഷെ അതിന്റെ അധികാര ശക്തി ഇന്ന് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലഘടകങ്ങളെ, ഫ്രഞ്ചിലൊക്കെ എഴുത്തുകാരെന്ന് വലിയൊരു പ്രശ്നം അതാണ്. ഇമെയിലൊക്കെ ഇന്റർനെറ്റൊക്കെ വന്നതോടുകൂടി അവരെ ഭാഷയെ പറ്റി, ഇംഗ്ലീഷിന്റെ മേധാവിത്വത്തെ പറ്റിയിട്ട് അവര് വളരെ ഉത്കണ്ഠാകുലരായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ഭാഷയെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയും, ഈ ഭാഷയ്ക്കെതിരായിട്ടുള്ള ശക്തികളെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ പ്രസിദ്ധീകരണ സ്ഥാപനത്തിന്റെ വിജയത്തെ ആഘോഷിക്കുന്ന ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു ചില കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ DC കഴിക്കാൻ കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ വാച്ചെടുത്ത് ഇങ്ങനെ നോക്കുന്ന ചിത്രം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഈ പ്രസിദ്ധീകരണശാലയ്ക്ക് വളരാനും അതോടൊപ്പം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വളരാനും എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ പനമ്പള്ളി അരവിന്ദാക്ഷ മേനോനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കറണ്ട് ബുക്സിൻ്റെ സുവർണ ജൂബിലി സംബന്ധിച്ച പ്രഥമ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ചടങ്ങായ കൃതജ്ഞത രേഖപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് പ്രസിദ്ധ നോവലിസ്റ്റ് എന്ന് മാത്രമല്ല, സാഹിത്യ പ്രവർത്തകരുടെ സംഘം, കറണ്ട് ബുക്സ്, ഭാഷാഭൂഷണി, മാധ്യമം തുടങ്ങിയ നിരവധി സംരംഭങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ളതും പ്രസിദ്ധീകരണത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ളതുമായ സി രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ വളരെ വളരെ പ്രസക്തങ്ങളായ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നാം അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കറണ്ട് ബുക്സിൻ്റെയും സഹോദര സ്ഥാപനമായ DC ബുക്സിൻ്റെയും പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പ്രസിദ്ധ കലാകാരനായ ശ്രീ MV ദേവനാണ്. MV ദേവനെ കുറിച്ച് കോഴിക്കോട്ടുകാരോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ദേവനെ എല്ലാ കോഴിക്കോട്ടുകാർക്ക് നന്നായി അറിയാം. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്തതിന് അദ്ദേഹത്തിനോട് കറണ്ട് ബുക്സിൻ്റെയും DC ബുക്സിൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തും. ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ ചെയ്ത UA ഖാദർ, UK കുമാരൻ, അക്ബർ കക്കട്ടിൽ, KP രാമനുണ്ണി എന്ന ആളുകൾ വളരെ പ്രസക്തങ്ങളായ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം വൈവിധ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം നാം പര്യാലോചിക്കുകയും നമ്മൾ അതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ കാണുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് കറണ്ട് ബുക്സിൻ്റെ നാമധേയത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രബുദ്ധമായ ഈ സദസ്സിനോടാണ്. വളരെ പ്രശസ്തരായ എഴുത്തുകാർ എൻ്റെ മുൻനിരയിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല.
അവരെല്ലാം ഈ ചടങ്ങിന് വേണ്ടി ഇവിടെ വരികയും വളരെ കാര്യമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ഞങ്ങൾക്ക് അളവറ്റ നന്ദി അവരോടുണ്ട്. പിന്നെ ഏതൊരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെയും വിജയവും അതിൻ്റെ ഇതും നല്ല സൽപ്പേരും കുടികൊള്ളുന്നത് പ്രസാധകൻ, എഴുത്തുകാരൻ, വായനക്കാരൻ, പ്രസാധകന്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാർ, ഈ 4 ഘടകങ്ങളുടെ സമഞ്ജസമായ ഒരു കൂട്ടുകെട്ടിന്റെ ഫലമാണ്. ഈ കൂട്ടായ്മയുടെ ഫലം കൊണ്ടാണ് കറണ്ട് ബുക്സ് വിജയിച്ചത്, DC ബുക്സ് വിജയിച്ചത്, NBS വിജയിച്ചത്, ഏത് പ്രസിദ്ധീകരണ സ്ഥാപനവും വിജയിച്ചത്. ഈ കൂട്ടായ്മ നിലനിൽക്കണമെന്നും അതിന് നിങ്ങൾ എല്ലാവരുടെയും, ഈ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും സഹകരണം മേലിലും ഞങ്ങൾക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. എല്ലാവർക്കും നന്ദി, കൃതജ്ഞത. കറണ്ട് ബുക്സിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്ന പ്രഥമ സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വള്ളത്തോൾ അനുസ്മരണ സമ്മേളനം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനും കൂടിയായ വള്ളത്തോളിനെ അനുസ്മരിച്ച് B. മധുസൂദനൻ നായർ. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾക്കൊട്ടും സംശയമുണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രസാധകനും വള്ളത്തോളിനെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അതൊരു കാരണം. മറ്റൊരു കാരണം, കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും സാക്ഷാൽ വള്ളത്തോൾ ഇന്ന് പ്രത്യേകിച്ച് യുവ തലമുറയുടെ ഇടയിൽ മറവിയിൽ പെട്ടുപോവുകയല്ലേ എന്ന് ഖേദത്തോടെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം വള്ളത്തോളിന്റെ കൃതികൾ വളരെ ദുർലഭമായി മാത്രമേ ഇന്ന് അച്ചടിക്കപ്പെടുകയോ വായിക്കപ്പെടുകയോ ചെയ്യുന്നുള്ളൂ. അതിന് അതിൻ്റെതായ സാങ്കേതികമായ ചില കാരണങ്ങളുമുണ്ട്. DC ബുക്സ് തന്നെ കുറെ വർഷങ്ങളായി വള്ളത്തോൾ കവിതകളുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ചു വന്നിട്ടും സാധിച്ചില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹപൂർത്തി കൈവരുത്തിക്കൊണ്ട് ഈ സൽക്കർമ്മം വിജയത്തിലെത്തിക്കാൻ ഞങ്ങളെ സഹായിച്ചത് വള്ളത്തോളിന്റെ പൗത്രൻ ശ്രീ മദൻ K. മേനോനാണ്. അദ്ദേഹം ഇവിടെ കോഴിക്കോട്ട് സ്ഥിരവാസിയും ഒരു ബിസിനസ്സുകാരനും ആണ്. എന്നാൽ മറ്റാരെക്കാളും കൂടുതൽ തൻ്റെ അപ്പൂപ്പനെ കുറിച്ച്, ഈ മുത്തച്ഛനെ കുറിച്ച് സ്നേഹാദരങ്ങളോടെ ചിന്തിക്കാനും അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത മദൻ K. മേനോൻ, അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് ഈ സ്വാഗത പ്രസംഗം തുടങ്ങുവാൻ തന്നെ. അദ്ദേഹം ഇതുകൊണ്ട് ഈ സമ്മേളനത്തിന് ശേഷം ഒരു കഥകളി അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചതും വള്ളത്തോളിനോടുള്ള ആദരസൂചകമായാണ്. കാരണം കവിതയെയും കഥകളിയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ച, കഥകളിക്ക് ഒരു വിലാസമുണ്ടാക്കി തീർത്ത മഹാകവിയാണ് വള്ളത്തോൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ന് വള്ളത്തോൾ അനുസ്മരണ ചടങ്ങ് ഇവിടെ തികച്ചും പ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കവി, മഹാകവി അക്കിത്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുപോലും വിശേഷിപ്പിച്ച് പറയാൻ ഞാൻ എന്താ പറയാ, അതൊരധിക പ്രസംഗമാകുമെന്നതിനാൽ തുനിയുന്നില്ല.
നമ്മുടെയൊക്കെ ഉള്ളിൽ നാം ആരാധിക്കുന്ന ശ്രീ അക്കിത്തത്തിനെ ഞാൻ ഈ കറണ്ട് ബുക്സിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വള്ളത്തോളിനെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സാക്ഷാൽ ONV കുറുപ്പാണ്. ഈ കർമ്മം നടത്താൻ അദ്ദേഹമല്ലാതെ മറ്റൊരാളും ഇന്ന് കേരളത്തിലില്ല എന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും നന്നായി അറിയാം. വള്ളത്തോളിനെ ശരിക്ക് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കവിതകൾ ശരിക്കും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ കവി ONV കുറുപ്പ്. അദ്ദേഹം ഈ ചുമതലയേറ്റത് അതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് തിരുവനന്തപുരത്ത് അതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. തീർച്ചയായും ONV അവിടെ സന്നിഹിതനായി ഇരിക്കേണ്ടതുമാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ വള്ളത്തോളിനോടുള്ള ആദരം കൊണ്ട് മാത്രമാണ് ONV അവരോട് സ്നേഹപൂർവ്വം തൻ്റെ അസൗകര്യം പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ശാരീരികമായും അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്, അതെല്ലാം മറന്നിവിടെ എത്തിയത് തീർച്ചയായും വള്ളത്തോൾ മഹാകവിയോടുള്ള ആദരവ് കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ KP ശങ്കരനാണ്. ബഹുഭാഷാ പണ്ഡിതനും സാഹിത്യ വിമർശകനും എന്നതിലൊക്കെ ഉപരി വള്ളത്തോളിനെ കുറിച്ച് ഇത്രയധികം ആഴത്തിലും വിശദമായും പഠിച്ച ഗവേഷണം ചെയ്ത മറ്റൊരു നിരൂപകൻ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാൻ ലഭിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും കൃതാർത്ഥതയുമുണ്ട്. ശ്രീ പ്രൊഫസർ KP ശങ്കരനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഈ സമ്മേളനത്തിന്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് പ്രൊഫസർ B മധുസൂദനൻ നായരാണ്. നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ കവിതകൾ സംഗീത സാന്ദ്രമായ ശൈലിയിൽ അദ്ദേഹം ആലപിക്കുന്ന കവിതകൾ നിങ്ങളെല്ലാം മിക്കവാറും എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നാറാണത്ത് ഭ്രാന്തൻ. അതിമനോഹരങ്ങളായ അനേകം കവിതകൾ രചിക്കുന്നതിലപ്പുറം അത് നമ്മുടെ ഉള്ളിലേക്ക് ഈ സംഗീത സാന്ദ്രമായ രീതിയിൽ ചൊല്ലിക്കേൾപ്പിച്ച് നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത് നമ്മളുടെ ഉള്ളിലേക്ക് പകർത്തിത്തന്ന കവി, യുവ കവിയാണ് ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹം ഇന്നിവിടെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വള്ളത്തോളിന്റെ ഒരു കവിത ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ തുടക്കം കുറിക്കുക എന്നതാണ് ശ്രീ മധുസൂദനൻ നായർക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള കടമ. ശ്രീ മധുസൂദനൻ നായരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സദസ്സാണ്. ഇതുവരെ വേദിയിലിരുന്ന ഗുരുശ്രേഷ്ഠന്മാരൊക്കെ ഇപ്പോൾ സദസ്സിലുണ്ട്. എല്ലാ അർത്ഥത്തിലും വേദിക്ക് തുല്യം പ്രൗഢമായ ഒരു മഹാസദസ്സാണ് ഇവിടെ ഉള്ളത്. ഈ വേദിയിലുള്ള സദസ്സിലുള്ള ഈ എല്ലാ സുഹൃത്തുക്കളെയും ഈ ഗുരുവരന്മാരെയെല്ലാം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നാം ഓരോരുത്തരും സദാ നാവിൻ തുമ്പിൽ പേറി നടക്കുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നാറാണത്ത് ഭ്രാന്തന്റെയും മറ്റനേകം അതിമനോഹരങ്ങളായ കവിതകളുടെയും സൃഷ്ടാവായ പ്രൊഫസർ B മധുസൂദനൻ നായരാണ് വള്ളത്തോൾ കവിത ആലപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കൾക്ക് നമസ്കാരം. 1924 മഹാകവി വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിക്കുന്നത്. പ്രവചന സ്വഭാവമുള്ള ഒരു കവിതയാണത് എന്ന് കാലം തെളിയിച്ചു.
കവിതയ്ക്ക് ഇന്നും ആവശ്യമായ ഒരോർമ്മ, ഒരാരാധന, എന്നും ആവശ്യമായ ഒരു സാന്നിധ്യം, അതാണ് ഈ കവിത. വള്ളത്തോൾ എന്ന ഗുരുവിനെ നമസ്കരിക്കാനും ഇന്ന് ഈ വേദിയിലും സദസ്സിലും ഉള്ള ഗുരുജനങ്ങളെ പ്രണമിക്കാനും എന്നും വേണ്ടുന്ന ഗുരുവായ കർമ്മങ്ങൾക്ക് പ്രേരകമായി ചില സമർപ്പണങ്ങൾ ഉണ്ടാകാനും ഈ കവിത സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ അവതരിപ്പിക്കും. Namaste
ശതവർഷ നമസ്തേ ഗണാധ്യക്ഷ നമസ്തേ സ്വമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരനും മലയാള കവികളിൽ ഏറ്റവും ശാന്താത്മാവുമായ അക്കിത്തം എല്ലാ മലയാളികളും ഒരുപോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യസ്നേഹിയായ ഒരു മഹാകവിയാണ്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. വള്ളത്തോളിനെ കുറിച്ചുള്ള ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ സമയം 5:40. ONVക്ക് 6:40 തീവണ്ടിക്ക് പോകണം. അതുകൊണ്ട് തുടർന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരിക്കും. അത് കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം നടക്കും. അതിൽ കഴിഞ്ഞിട്ട് ഞാൻ എഴുതി കൊണ്ടുവന്ന വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് ഇവിടെ സമുചിതമായിരിക്കുകയുള്ളൂ എന്ന് സന്ദർഭം എന്നോട് പറയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്തേ. ഏകാന്തതയുടെ അമാവാസയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് തന്റെ അനുഭവ സത്യം വെളിപ്പെടുത്തുകയും ഏത് ദുരന്തത്തിലും ഭൂമി ഒരു കുരുന്നു ജീവനെ, ഒരു തുള്ളി ജലത്തെ, ഒരു കുമ്പിൾ വായുവിനെ, ഒരു സൂര്യകിരണത്തെ എവിടെയോ കരുതി വയ്ക്കുന്നു എന്ന വിശ്വാസം നിലനിർത്തുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവി ശ്രീ ONV കുറുപ്പാണ് വള്ളത്തോളിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കട്ടെ. കവികുലത്തിൻ്റെ ആദരണീയനായ കാരണവരായ പ്രിയപ്പെട്ട അക്കിത്തം, പ്രിയ യുവസുഹൃത്ത്, നിരൂപകനും എല്ലാമായ ശ്രീ KP ശങ്കരൻ, എനിക്ക് എത്രയും പ്രിയപ്പെട്ട ശ്രീ മധുസൂദനൻ നായർ, എൻ്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സ്നേഹവും കാരുണ്യവും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഒഴിഞ്ഞുതരൽ സാധിക്കൂ. ഇതാണ് ഞങ്ങൾ എഴുത്തുകാരുടെ ഇടയ്ക്കുള്ള ഒരു മാതൃക എന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ. അഹമഹമികാധിയ പാപകജ്വാലകൾ പോലെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിടിച്ചു കയറുന്ന വർഗം വളരുന്ന ഈ നാട്ടിൽ നിങ്ങൾക്ക് മുൻപേ പോകണമെങ്കിൽ പൊയ്ക്കോളൂ, സംസാരിച്ച് പൊയ്ക്കോളൂ എന്ന് പറയാൻ അല്പം കാരുണ്യം, കനിവ്, മനുഷ്യപ്പറ്റ്, അൻപ് ഇതൊക്കെ വേണം. അതിനീയും ഈ രാജ്യത്ത് പറ്റിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ശ്രീ അക്കിത്തം ഇവിടെ പ്രകടിപ്പിച്ചത്. KP ശങ്കരൻ്റെ സമ്മതത്തോടെ ഞാൻ നന്ദി എന്ന 2 വാക്കിൽ എൻ്റെ പ്രതികരണം ഒതുക്കുന്നില്ല. അതിലും വലുതാണ് ഞങ്ങളുടെ ഈ പാരസ്പര്യം. ഞാൻ ചുരുക്കി പറയാം, അവരുടെയും കൂടി പ്രസംഗം കഴിയുന്നതും കേട്ടിട്ട് പോകണം എന്ന ആഗ്രഹം കൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഏതാനും മിനിറ്റുകൾക്കകം വള്ളത്തോളിനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഒരു അക്കാദമിക തലത്തിൽ നിന്നുകൊണ്ടല്ല, നേരെ മറിച്ച് ആ വ്യക്തിയെ കവിത്രയത്തിൽ വെച്ച് എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായ 2 കവികളിൽ ഏറ്റവും അധികം കൂടുതൽ ഇടപെടുവാനും കാണാനും ഒക്കെ ഭാഗ്യമുണ്ടായത് വള്ളത്തോളിനെയാണ്. ഉള്ളൂരിനെ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രസംഗ മണ്ഡപത്തിൽ ഉയർന്നു നിന്ന് അദ്ദേഹം വൈജ്ഞാനിക കേരള ഭാഷാ വിജ്ഞാനത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ വിദ്യാർത്ഥിയായിട്ടെന്നല്ലാതെ അടുത്തു ചെന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, അതിനുള്ള യോഗവും ഉണ്ടായില്ല. പക്ഷേ
അദ്ദേഹത്തെ വളരെ ആദരിച്ചിട്ടുണ്ട്. ആ പ്രേമസംഗീതകാരനെ ഇന്നും ഞാൻ ആദരിക്കുന്നു. അടിയന് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അതിവിടെയാകണമെന്ന് ആഗ്രഹിച്ച ആ കവിയെ ഞാൻ ശിരസ നമിക്കുന്നു. അതേ സമയത്ത് വള്ളത്തോളിനെ വളരെ അടുത്ത് പരിചയിക്കുവാൻ ഇടയായി. ഒരു കുട്ടി എന്ന നിലയിലാണ്. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ഉദിച്ചു വരുന്നത് ആ തല ഉയർത്തിയുള്ള നിൽപ്പാണ്. എപ്പോഴും അദ്ദേഹം ശിരസ്സുയർത്തിയാണ് നിൽക്കുന്നത്. വേർ ദി മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് അദ്ദേഹത്തിനും അങ്ങേയറ്റം ആദരണീയനായ ടാഗോർ പാടിയപ്പോൾ അതിൻ്റെ പ്രതീകമായി എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളത് വള്ളത്തോളിനെയാണ്. എവിടെ ശിരസ് ഉയർന്നു നിൽക്കുന്നുവോ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ എന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു സന്ദർഭം 1956 നവംബർ 1-ാം തീയതി തിരുവനന്തപുരത്ത് ഐക്യ കേരളം സ്ഥാപിതമായതായി പ്രഖ്യാപിക്കുന്ന ആ മഹായോഗത്തിൽ വച്ചാണ്. ആ മഹായോഗം ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരത്തെ വളരെയധികം ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സ്റ്റേഡിയത്തിൽ വെച്ച്. ആ സ്റ്റേഡിയത്തിൽ അന്ന് ഒരു ജനകീയ മന്ത്രിസഭ ഇല്ലാത്ത കാലമായതുകൊണ്ട് അന്ന് അതിൻ്റെ എല്ലാമായി വന്നത് അന്നത്തെ ഗവർണർ ആയിരുന്നു. PS റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഓർമ്മ അപ്പശാക്കുള്ളത് ക്ഷമിക്കണമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഒരേ ഒരു പ്രഭാഷകനായിട്ട് വള്ളത്തോളിനെയാണ് അന്ന് ക്ഷണിച്ചിരുന്നത്. അത് എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ വേണം എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഗവർണർ ഐക്യ കേരളം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. വള്ളത്തോൾ പ്രസംഗിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആശംസാ പ്രസംഗം എന്ന് പറയും. ചില കൊച്ചുകുട്ടികൾ പോലും ചില പാർട്ടി പ്രതിനിധികൾ വന്ന് ഇങ്ങനെ കാണിക്കും. അങ്ങനെയല്ല, ആശംസാ പ്രസംഗം എന്നൊരു വാക്കേ എന്നില്ല. വള്ളത്തോൾ ഒരു പ്രസംഗകൻ. അങ്ങനെ ആ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് എല്ലാം ഒരുങ്ങിയതിന് ശേഷമാണ് ഈ ഫോൺ സന്ദേശം രാജ്ഭവനിലെത്തുന്നത്, അദ്ദേഹം ഗവർണർ പുറപ്പെടാൻ. അപ്പോൾ അവിടെ ഈ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് രാജകീയ അതിഥി മന്ദിരമായിരുന്ന റോയൽ ഗസ്റ്റ് ഹൗസ് ആയിരുന്ന കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ഈ സുവർണ ഗിൽറ്റുള്ളതായിരിക്കുന്ന ഈ കസേരകൾ ഉള്ളത്. അതിലൊരു കസേര കൊണ്ടുവന്ന് ആ മണ്ഡപത്തിൽ ഇട്ടിരുന്നു. ഒരേ ഒരു കസേര, രാജകീയമായി ശോഭയുള്ള ഗിൽറ്റുള്ള ഒരു കസേര. അത് ഗവർണർക്ക് ഇരിക്കാൻ. മഹാകവി വള്ളത്തോളിന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് വിലയാണ്, അദ്ദേഹം എവിടെയെങ്കിലും ഇരുന്നുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി. വള്ളത്തോളും കൂടി വന്നിട്ട് വേണം മീറ്റിംഗ് തുടങ്ങി, ഈ ഗവർണറെ അങ്ങേക്ക് പുറപ്പെടാം എന്ന് സന്ദേശം അയക്കാൻ. വള്ളത്തോൾ വന്നു, നേരെ കയറി അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു. അതാണ് വള്ളത്തോൾ. അപ്പോൾ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പരിഭ്രമമായി. ഗവർണർ വന്നാൽ ഇനി എവിടെ ഇരുത്തും? മറ്റൊരു കസേരയ്ക്ക് ഈ ഗിൽറ്റില്ലല്ലോ. അതുകൊണ്ട് ഗവർണർ വരാൻ 5 മിനിറ്റോ 10 മിനിറ്റോ താമസിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൊനകക്കുന്നിലേക്ക് പോയി ആ ഗിൽറ്റുള്ള കസേര കൊണ്ടുവന്ന് കുറച്ചുകൂടി പൊക്കമുള്ള കസേര നോക്കിയപ്പോൾ കിട്ടിയില്ല. അതേ പൊക്കത്തിലുള്ള ഒരു കസേര കൊണ്ടുവന്ന് അവിടെ ഇരുന്നു. വള്ളത്തോളാണെങ്കിൽ എന്താ ഇതൊന്നും അറിയാതെ അങ്ങനെ അവിടെ ഇരുന്നു. ഗവർണർ വന്നപ്പോൾ കൈ കൊടുത്തു. അതാണ് വള്ളത്തോൾ. അതാണ് മലയാളത്തിൻ്റെ കല എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൻ്റെ കല മാത്രമല്ല, ഒരു എഴുത്തുകാരന്, ഒരു കവിക്ക് രാഷ്ട്രീയക്കാരെ അസ്പൃശ്യരായി കരുതാൻ സാധ്യമല്ല. ഈ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സദാചാരവും എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായും അയാൾക്ക് തൊട്ടുരുമ്മി കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ അവൻ തല ഉയർത്തി നിൽക്കണം എന്ന് ആ പാഠം ഇന്നും എൻ്റെ മനസ്സിൽ ആ ഉയർന്ന തല എന്നെ ബോധ്യപ്പെടുത്തുന്നു. നേരെ മറിച്ച് ഈ എഴുത്തുകാർ മഹാകവി വള്ളത്തോളിനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ജീവിതത്തിൻ്റെ വിശിഷ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു നീണ്ട സുവർണമാല കൊടുത്ത് ആദരിക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ആ രംഗം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ശിരസ് കുനിച്ച് ആ മാല ഏറ്റുവാങ്ങിയിട്ട് വള്ളത്തോൾ അങ്ങനെ കൈ കൊടുത്ത് നിൽക്കുന്ന ചിത്രം അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ആദരവുകൾ സ്വീകരിക്കരുതെന്നല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ്, പോ അസ്പൃശ്യൻ, അങ്ങനെ പറയില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് അയാൾക്ക് കടന്നു പോകേണ്ടി വരും. പക്ഷേ ഈ കവിയെക്കാളും ഈ ഐക്യ കേരളം എന്ന് പറഞ്ഞ ഒന്ന് ഇന്ന്
ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും അധികം ശക്തമായി വാക്കുകൾ ഉപയോഗിച്ച, തൂലിക പ്രയോഗിച്ച, പാടിയ, അതിനുവേണ്ടി തെക്കുവടക്ക് നടന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു വർഗമുണ്ട്, കവികളുടെ ഒരു വർഗം. ആ വർഗത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ എന്ന ആ ഒരു ഉദാത്തമായ ഒരു അഹന്ത വള്ളത്തോളിൽ നിറഞ്ഞു കണ്ടപ്പോഴാണ് വേർ ദി മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് ഗുരുദേവൻ എഴുതിയതിൻ്റെ അർത്ഥം നമുക്ക് ബോധ്യമാവുന്നത് എന്നർത്ഥം. ആ അവസ്ഥ എഴുത്തുകാരെ സംബന്ധിച്ച് മാറിപ്പോകുന്നുവോ എന്ന് ഒരു നേരിയ സംശയം എനിക്ക് ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അഥവാ ആ ഒരവസ്ഥ എഴുത്തുകാർക്കില്ലാതായി എന്ന് രാഷ്ട്രീയക്കാർക്കൊരു തോന്നലുണ്ടായി തുടങ്ങിയോ എന്നും ഒരവസ്ഥ ഇന്നുണ്ടായിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ശരി തന്നെ, എഴുത്തുകാരനാണോ വലുത് അല്ലെങ്കിൽ മറ്റൊരാളാണോ വലുത് എന്നതല്ല ഇവിടെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ രാഷ്ട്രീയം ഉണ്ടായേ മതിയാവൂ, നല്ല രാഷ്ട്രീയം ഉണ്ടാവണം, അധികാരം അവർക്കാണ്, സംശയമില്ല. പക്ഷേ എഴുത്തുകാരൻ ഒരിക്കലും അവരുടെ മുമ്പിൽ ചെന്ന് തലകുനിക്കരുത്. ഒരുപക്ഷെ അവരുടെ പൊള്ളയായ ആദരവുകളുടെ മുമ്പിൽ അങ്ങനെ എല്ലാം അനുസരിക്കുന്ന ഒരു ജീവിയായി നിൽക്കാം എന്ന് ധരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ആചാര്യനും ആ പാഠം ബോധ്യപ്പെടുന്നവരുമാണ് മഹാകവി വള്ളത്തോൾ. വള്ളത്തോളിനെ പറ്റിയുള്ള ഓർമ്മകൾ പറഞ്ഞാൽ വളരെ രസകരമായ നിരവധിയുണ്ട്. അതിനിവിടെ സമയം പോരാ എന്ന് മാത്രം ഞാൻ പറയട്ടെ. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 6-7 ദിവസം അദ്ദേഹം മരണത്തിലേക്ക് ഒരു സൂര്യൻ എരിഞ്ഞ് അടങ്ങുന്നത് പോലെയുള്ള ഒരു മരണമായിരുന്നു അത് ഒരു ഒരു പൊടുന്നനെ ഒരു ഹൃദയസ്തംഭം വന്നോ അങ്ങനെയൊന്നുമല്ല മരിച്ചത്. അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിൽ അന്ത്യ ദിവസങ്ങൾ തള്ളിക്കഴിച്ചപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരായ കുറച്ച് അധ്യാപകർ മഹാരാജാസ് കോളേജിൽ നിന്ന് ദിവസവും വൈകിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൽ കണ്ട പ്രത്യേകമായ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ 1-2 ദിവസം മാത്രമേ കുറച്ച് സംസാരത്തിനും കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള വിഷമമുണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ നീണ്ട കാല് വയ്ക്കാനുള്ള ഈ ചാരുകസേരയിൽ അങ്ങനെ കിടക്കും, മലർന്ന് കിടക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ വാത്സല്യത്തോടുകൂടി വിശേഷങ്ങളൊക്കെ ചോദിക്കും, സംസാരിക്കും. അങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ, അദ്ദേഹത്തെ അവസാന കാലമാണ് കാണാൻ പലരും വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പഴയ ഒരു റിട്ടയർഡ് അധ്യാപകനും ആ അധ്യാപകൻ്റെ വളരെ പ്രായമായ പത്നിയും അവിടെ വന്നുചേരുകയുണ്ടായി. അവരെ കണ്ടിട്ട് ഞങ്ങളോട്, വെറും കുട്ടികളായി ഞങ്ങളോട് പറയുകയാണ്, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പറയുകയാണ്, ദേ നോക്കൂ, ഇവളുടെ മുടി കണ്ടിട്ടാണ് ഞാൻ ആ മക്കളുടെ മറിയത്തിൻ്റെ മുടി വർണ്ണിച്ചത് എന്ന്. ആ സ്ത്രീക്ക് ഒരു 10-70 വയസ്സെങ്കിലും ഉണ്ടാവും. അവരെ ആകെ നാണിച്ച് ഇല്ലാണ്ടായി എന്ന് പറയില്ല, അതേമാതിരി അവസ്ഥയിൽ നിന്നു. ഞങ്ങൾ ഒരു എന്താ പറയുക 10, 25, 26 വയസ്സുള്ള അധ്യാപകർ ആയിടയ്ക്ക് കോളേജിൽ ചേർത്തിട്ടേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഇത് വള്ളത്തോളിതാകാൻ, അത് പറയാൻ കഴിയുന്നത് വള്ളത്തോളിൻ്റെ നൈർമല്യമാണ്. വളരെ നിഷ്കളങ്കമായിരിക്കുന്ന ആ സൗന്ദര്യ ആസ്വാദന ത്വരയുണ്ടല്ലോ, ആ സൗന്ദര്യത്തിൻ്റെ നേർക്കുള്ള നിഷ്കളങ്കമായിരിക്കുന്ന ഒരു പ്രേമം, അതാണ്. നേരെ മറിച്ച് ഇല്ലെങ്കിൽ അത് പറയില്ല. നേരെ മറിച്ച് അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവരോടങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട്, കണ്ടില്ലേ, ഇവളെ കണ്ടിട്ടാണ്, ഇവളുടെ മുടി കണ്ടിട്ടാണ് ഞാൻ മക്തല മറിയത്തിൻ്റെ എന്താണ് ആ മുടി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അത് പറഞ്ഞത് അമാവാസി പോലെ മുട്ടൽ ഇങ്ങനെ കിടക്കുന്ന ആ മുടി ഞാൻ വർണ്ണിച്ചത് എന്ന് പറയുവാനുള്ള ധീരതയും സത്യസന്ധതയും നൈർമല്യവും സൗന്ദര്യപരമായിട്ട്, സൗന്ദര്യബോധാത്മകമായിട്ട് ഏത് കവിക്കുണ്ടാവും? അതായിരുന്നു വള്ളത്തോൾ. അദ്ദേഹം പണ്ട് സഞ്ജയൻ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, ഒരു കയ്യിൽ സദാചാരവും മറ്റേ കയ്യിൽ സൗന്ദര്യബോധവും വെച്ച് നീട്ടി ഏത് വേണമെന്ന് ബ്രഹ്മാവ് ചോദിച്ചാൽ ആ സൗന്ദര്യബോധം മതി എന്ന് ഞാൻ പറയും എന്ന് വള്ളത്തോൾ പറഞ്ഞപ്പോൾ സഞ്ജയൻ തമാശയായിട്ട് പറഞ്ഞു, അത് അങ്ങേക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മറ്റേതൊരൽപ്പം ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ലവലേശം കൂസലില്ലാതെ വള്ളത്തോൾ പറഞ്ഞു, പോരാ, സൗന്ദര്യബോധം കിട്ടിയത് മതിയായില്ല എന്ന് പറഞ്ഞു. അതാണ് വള്ളത്തോൾ. സൗന്ദര്യബോധത്തിൻ്റെ കവിയായിരുന്നു, ജീവിത രതിയുടെ കവിയായിരുന്നു. ജീവിതം പോരാ, കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം, അതായിരുന്നു വള്ളത്തോൾ. മറ്റൊന്ന്, അദ്ദേഹം ഒരുപക്ഷെ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു വീക്ഷണമുണ്ടായിരുന്നു, ഒരു വലിയ വിദൂരവ്യാപകമായ ഒരു വീക്ഷണമുണ്ടായിരുന്നു. വിശ്വഭാരതി സ്ഥാപിക്കുന്ന കാലത്ത് കൽക്കത്ത, മദിരാശി, ബോംബെ എന്ന 3 നഗരങ്ങളിലായിട്ട് ഇന്ത്യയെ ആധുനികീകരിക്കാനാണെന്ന് പലരും തെറ്റിദ്ധരിച്ച,
പക്ഷേ ആധുനികീകരിക്കുന്നതിന് ഉപകരിച്ചു ഒരളവിലെങ്കിൽ തന്നെയും 3 മോഡേണൈസ്ഡ് യൂറോപ്യൻ രീതിയിലുള്ള സർവകലാശാലകൾ സ്ഥാപിക്കുകയുണ്ടായി, യൂണിവേഴ്സിറ്റീസ്. ആ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചപ്പോൾ അവിടെ അതിനെ സ്വാഗതം ചെയ്ത ബംഗാളിലെ നവോത്ഥാന നായകന്മാർ എല്ലാവരും മറ്റും റാം മോഹൻ റോയെ പോലെയുള്ളവരൊക്കെ തന്നെ അതിനെ സ്വാഗതം ചെയ്തപ്പോൾ ഒരളവിനപ്പുറത്ത് പോയോ എന്നൊരു സംശയം. അതായത് ഈ മൈക്കൽ മധുസൂദൻ ദത്തിനെ പോലെയുള്ള രവീന്ദ്രനാഥ ടാഗോറിന് മുമ്പ് ബംഗാളി സാഹിത്യത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മൈക്കൽ മധുസൂദൻ ദത്തിനെ പോലെയുള്ള ആളുകൾ പോലും നമുക്ക് ഇന്ത്യക്ക് ഇനി രക്ഷ എന്ന് പറയുന്നത് യൂറോപ്യനൈസേഷൻ എന്ന് ഒരു ധാരണയുണ്ടായി. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യനൈസേഷൻ, ആധുനികീകരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രീതിയിൽ അനുകരിക്കുക എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് പോയി. മൈക്കൽ മധുസൂദൻ ദത്തും ആ ഒരു ധാരണയ്ക്ക് ആദ്യകാലത്ത് അടിപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷിൽ കവിത എഴുതി. ഇംഗ്ലീഷിൽ MA ഒക്കെ പാസ്സായി. അദ്ദേഹം ഡിഗ്രി എടുത്തു, ഇംഗ്ലീഷ് പ്രൊഫസറായി, ഒരു മദാമ്മ വിവാഹം കഴിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നീ എഴുതേണ്ടത് ബംഗാളിയിലാണ്, നീ ബംഗാളിന്റെ പ്രിയപുത്രനാണ്, നീ ഇന്ത്യയുടെ പ്രിയപുത്രനാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. കാരണം ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായും അത് ഒരു സംഗതിയായി അദ്ദേഹത്തിന്റെ ആ യൂറോപ്യൻ ഭാര്യ അദ്ദേഹത്തോട് ഒരു ദിവസം വൈകുന്നേരത്ത് സലാം പറഞ്ഞ് പോവുകയും ചെയ്തു. അതോടുകൂടി യൂറോപ്യനൈസേഷൻ എന്ന് പറഞ്ഞ ആശയമാണ്. ആ മദാമ്മ പടിയിറങ്ങിയപ്പോൾ യൂറോപ്യനൈസേഷനാണ് മോഡേണൈസേഷൻ എന്ന ആശയം മൈക്കൽ മധുസൂദന്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങിയെന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ പറയുന്നത്. അതിനുശേഷം വന്ന ടാഗോർ അദ്ദേഹം പറഞ്ഞു, മേഘനാഥവധം പോലെയുള്ള മഹാകാവ്യമൊക്കെ എഴുതിയ ആളാണ് മൈക്കൽ മധുസൂദൻ ദത്ത്. അതേപ്പറ്റിയൊന്നും ഞാനിപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ടാഗോർ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം വിശ്വഭാരതി ഉണ്ടാക്കിയത്. ഈ വിശ്വഭാരതി ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടേതായിരിക്കുന്ന ഒരു അധ്യയന രീതിയുണ്ട് എന്നും ഞങ്ങൾക്ക് ഇന്ത്യയുടേതായിരിക്കുന്ന ഒരു സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യമുണ്ട് എന്നും യൂറോപ്യന്മാരോട് പറയുകയായിരുന്നു. ക്രിയാകേവലം ഉത്തരം എന്ന അടിസ്ഥാനത്തിൽ പറയുകയായിരുന്നു അത്. അങ്ങനെയാണ് അദ്ദേഹം വളരെ വിശേഷപ്പെട്ട പല കോഴ്സുകളും അവിടെ ആരംഭിക്കുകയും തികച്ചും ഇന്ത്യയുടേതായ ഒരു രീതിയിൽ ആധുനികമായിരിക്കുന്ന ആവശ്യകതകളും മുൻനിർത്തി അദ്ദേഹം വിശ്വഭാരതി സ്ഥാപിച്ചത്. അങ്ങനെ ഏഷ്യയ്ക്ക് തന്നെ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് അന്നവിടെ അദ്ദേഹം ഒരു ചീനാഭവനും അദ്ദേഹം സ്ഥാപിച്ചത്. അതുപോലെ തത്തുല്യമായിട്ട് കേരളത്തിൽ മഹാകവി വള്ളത്തോൾ ഈ ലോകത്തോട് ഈ കേരളത്തിന് ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ അമൂല്യമായിട്ടുണ്ട് എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നാടാകെ നടന്ന് ഇങ്ങനെ അന്യം നിന്ന് പോകുന്ന, അല്ലെങ്കിൽ ശൂന്യമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വികലമായി കൊണ്ടിരിക്കുന്ന കഥകളിയെയും മോഹിനിയാട്ടത്തെയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ചെറിയ സ്ഥാപനം നടത്തിയത്. കക്കാട്ട് കാരണവപ്പാടിന്റെ ഇല്ലത്തിന്റെ മുറ്റത്ത് അങ്ങനെ കഥകളി പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് തുടങ്ങി വെച്ചപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ അകത്തുള്ളവരൊക്കെ പറഞ്ഞു, എന്നും വൈകിട്ട് ഇങ്ങനെ കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയാൽ എന്താ ചെയ്യുക, സ്വൈരമായി ജീവിക്കണ്ടേ എന്ന് ചോദിച്ചു. അത് ന്യായമാണ്. ഒരു വീട്ടിന്റെ ഉമ്മറത്ത് മുറ്റത്ത് എന്നും ഇങ്ങനെ കൊട്ടും പാട്ടും ചേങ്കിലയായാൽ എന്താ ചെയ്യുക? അപ്പോഴാണ് പിന്നീട് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അവിടെ നിന്ന് ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവിടെ അദ്ദേഹം രാഷ്ട്രീയക്കാരനെ സമീപിച്ചു, കൊച്ചി രാജാവിനെ സമീപിച്ചു, ഇതിന് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരിക കൂടിയാണ്, അതുകൊണ്ട് രാഷ്ട്രീയം അസ്പൃശ്യമൊന്നുമല്ല, സ്ഥലം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടാണ് ആ നിളാനദിയുടെ തീരത്ത് പഴയ കലാമണ്ഡലം എന്ന് ഞങ്ങൾ സൗകര്യത്തിന് പറയാറുള്ള ആ പഴയ കെട്ടിടം, ആദ്യത്തെ കളരി ഒക്കെ ഉണ്ടായത്. അതിനുശേഷം അതിൻ്റെ നവീകരണത്തിന് വേണ്ടിയും മറ്റും നടന്ന എല്ലാ ഒരുക്കങ്ങളിലും എല്ലാ തയ്യാറെടുപ്പുകളിലും അദ്ദേഹം അങ്ങേയറ്റം സന്തുഷ്ടനായിട്ട് ഇരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊരു സർവകലാശാലയാകണം എന്ന്. അങ്ങനെ ഒരു സർവകലാശാല അല്ലെങ്കിലും സർവകലാശാല തുല്യമായ, അതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്, അതിന് തുല്യമായിട്ട്. കാരണം ഇവിടെ നിന്ന് എന്തെല്ലാം പഠിച്ചു പോയാലും ശരി തന്നെ അവൻ വെറും ഒരു ഡിപ്ലോമ ഹോൾഡറാണ്. ഇവിടെ വന്ന് 5-6 മാസം ചിലത് പഠിച്ചു പോയിട്ടുള്ള ആളുകൾ ബോംബെയിൽ അവിടെ ഇതിൻ്റെ എല്ലാം പ്രൊഫസറായിട്ട് UGC സ്കെയിലും വാങ്ങിച്ചിരിക്കുമ്പോൾ അത് പഠിപ്പിച്ച ഇവിടുത്തെ അധ്യാപിക ഇവിടെ ഒരു ഡിപ്ലോമ ഹോൾഡറായി കഴിയുന്നത് കണ്ടിട്ടുള്ള ആ അസന്തുലിതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് അതിനെ ഒരു യൂണിവേഴ്സിറ്റി നിലവാരത്തിലാക്കണം എന്ന് ആഗ്രഹിച്ച് കുറേ കാലം കിടന്നു പണിഞ്ഞ് അവസാനം അതിൻ്റെ ഒരു പരിണതിയോട് അടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തീർത്ഥങ്കര പാപികളെ പോലെ എന്നെ പോലെയുള്ളവർക്ക് അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അന്നും വളരെ വിനയപൂർവ്വം ഇതങ്ങ് തുടരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും തുടരാമെന്ന്
പറയുകയും ചെയ്തതാണ്. ഇനി എന്തായി എനിക്കറിയില്ല. അവിടെ ബിരുദം അവസ്ഥ തുടങ്ങി, ബിരുദ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. വള്ളത്തോളിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ജീവിത സാഫല്യമാണെന്ന് കരുതിയാണ് അത് ചെയ്തു പോയത്. അതിന് മറ്റു കാരണങ്ങളൊന്നും കൊണ്ട് അതിന് തടസ്സമുണ്ടാക്കരുതേ എന്ന് അവിടെ ഇതാ വിനയപൂർവ്വം ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. വള്ളത്തോൾ കേരളത്തിൻ്റെതായിരിക്കുന്ന ചിലതുണ്ട് എന്ന് ഉയർത്തി കാണിച്ചിട്ട്, അങ്ങനെ ഒരു ഉദാഹരണം ഒരിക്കൽ വള്ളത്തോൾ പറഞ്ഞത്, ഒരു സായിപ്പ് വന്നിട്ട് കേരളത്തിൻ്റെ പ്രാചീന കലകളെപ്പറ്റി വളരെ പുച്ഛമായി സംസാരിച്ചപ്പോൾ ഒരു ചാക്യാരെ കൊണ്ട് ഒരു കല്ലെടുത്ത് സായിപ്പിൻ്റെ കയ്യിൽ ചെയിനിട്ട ഒരു പട്ടിയുണ്ടായിരുന്നു, ഒരു നായയുണ്ടായിരുന്നു. ആ നായയെ കല്ലെറിയുന്നതായിട്ട് ചാക്യാരൊന്ന് അഭിനയിച്ചു. അയാളെ ഈ കല്ലൊന്നുമില്ല. അയാൾ നായയൊന്ന് കല്ലെറിയുന്നതായിട്ട് അഭിനയിച്ചപ്പോൾ തന്നെ ഈ നായ കുരച്ചുകൊണ്ട് ഓടിയപ്പോൾ, എന്തിനാ എൻ്റെ നായയെ കല്ലെറിഞ്ഞെന്ന് ചോദിച്ചു. ഓറും ചാക്യാരെ കൈമറത്തി, എൻ്റെ ഈ കല്ലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നായയ്ക്ക് പോലും ആ പ്രതീതി ഉണ്ടാവും. തന്നെ എറിഞ്ഞു എന്നൊരു നായയ്ക്ക് പ്രതീതി ബോധം ഉണ്ടാകുമെങ്കിൽ പിന്നെ ഒരു മനുഷ്യന് എന്തെല്ലാം പ്രതീതി ബോധങ്ങൾ. ഉർവശി തൻ്റെ അടുത്തേക്ക് വന്നതായിട്ടും പ്രണയം അഭ്യർത്ഥിച്ചതായിട്ടും വേണ്ടെന്ന് പറഞ്ഞതായിട്ടും ഒക്കെയുള്ള പ്രതീതി ബോധം ജനിപ്പിക്കുന്ന മഹത്തായ ഈ കല അത് പഠിക്കണം, അത് ഞങ്ങളുടെ വകയാണ് എന്ന് വള്ളത്തോൾ പറയുകയുണ്ടായി. ഇതാണ് അഭിമാനം എന്ന് പറയുന്നത്. ഈ സ്വാഭിമാനം, ഈ സ്വാശ്രയത്വം, സ്വാശ്രയബോധം, ഈ സ്വാധീനതാബോധം, അധീനത എന്ന് ബംഗാളി പറഞ്ഞാൽ സ്വാതന്ത്ര്യം തന്നെയാണ്. ഈ സ്വാധീനതാ ബോധം ആർക്കും ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് വള്ളത്തോൾ. അങ്ങനെയുള്ള ഒരു കവിക്ക് മാത്രമേ കേരളമെന്ന, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നും അതേസമയത്ത് കേരളമെന്ന് കേട്ടാൽ ചോര തിളയ്ക്കണമെന്നും പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വള്ളത്തോൾ ഇനി അനുസ്മരിക്കുന്നത് വളരെയധികം സമുചിതമായും തന്നെയല്ല. കറന്റ് ബുക്സിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കുറേ കാലമായിട്ട് ബുക്സ്റ്റാളുകളിലൊന്നുമില്ല. വള്ളത്തോളിനെ പോലെയുള്ള ഒരാളിൻ്റെ പുസ്തകം കുറേ കാലമായി ബുക്സ്റ്റാളുകളിൽ ഇല്ലാതെ വന്നാലുള്ള ദുരവസ്ഥ നിങ്ങൾക്കറിയാം. അത് ആരാണ് വള്ളത്തോൾ എന്ന് ചിലപ്പോൾ നാളെ BA പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചെന്ന് വരാം. കാരണം ഒരു പരീക്ഷാ ബോർഡ് ഓഫ് സ്റ്റഡീസ് പ്രിസ്ക്രൈബ് ചെയ്യും, പക്ഷേ പുസ്തകം കിട്ടാനില്ലെങ്കിൽ അത് പഠിപ്പിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഞാനും അധ്യാപകനായിരുന്നിട്ടുണ്ട്, എനിക്കറിയാം. പുസ്തകം കിട്ടാനില്ല, നിങ്ങൾ എവിടുന്നെങ്കിലും വായിച്ചോളൂ എന്ന് പറയും. അങ്ങനെ വള്ളത്തോൾ പുസ്തകം കിട്ടാനില്ലാത്ത ഒരു കവിയായി. അങ്ങനെ അപ്പോൾ പിന്നീട് അവരുടെ ഒരു ശുപാർശയുണ്ട്, സർ ചോദ്യം ചോദിക്കുമ്പോൾ വള്ളത്തോളിൽ നിന്ന് കഠിനമായ ചോദ്യമൊന്നും ചോദിക്കാതെ ഒരു ചോയ്സ് എങ്കിലും ഇട്ടേക്കണമെന്ന് പറയും. അപ്പോൾ വള്ളത്തോൾ അല്ലെങ്കിൽ വേറൊരാളിനെ പറ്റി മതി. ഈ അവസ്ഥ പരിഹരിക്കുന്നതിനാണ് ഇവിടെ വള്ളത്തോളിൻ്റെ കൃതികൾ വളരെ ഭംഗിയായി സംശോധിച്ച് പുറത്തിറക്കുന്നതിന് ഇപ്പോൾ കറന്റ് ബുക്സ് ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്ന അറിയുന്നതിൽ ഞാൻ അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഈ വലിയ കവികളുടെയൊക്കെ കൃതികൾ ആധികാരികമായി പുനഃപ്രകാശനം ചെയ്യണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ പുസ്തകങ്ങൾ നിരത്തി വെച്ച് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഭക്തി പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഈ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ ഏതോ ഒരു കാമശാസ്ത്ര ഗ്രന്ഥം പോലെ തോന്നിയ ഒരു സ്ത്രീ ഏതാണ്ട് മുക്കാലും നഗ്നയായി ഇരിക്കുന്ന മുഖചിത്രത്തോടു കൂടിയ ഒരു പുസ്തകം ഞാൻ കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ കുമാരനാശാൻ എന്നതിൻ്റെ ചോട്ടിൽ അടിച്ചിരിക്കുന്നു. അത് കണ്ട് ഞാനത് ഓടിച്ചെന്ന് എടുത്തു. കുമാരനാശാൻ ഇത്തരം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലല്ലോ. നോക്കിയപ്പോൾ അത് കരുണയാണ്, മുഖചിത്രം വാസവദത്തയുടേതാണ്. അപ്പോൾ അത് പരിശോധിക്കാൻ ഞങ്ങളുടെ അനുഭവ പരിചയത്തിൽ ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ ശരിക്കും ഉദ്ദേശിച്ചതുപോലെ തന്നെ അവിടെ ഉപഗുപ്തൻ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ ആ കയ്യും കാലിനുമില്ലാത്ത വാസവദത്ത അവളുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഇങ്ങനെ മറയ്ക്കാതിരിക്കുന്നത് കണ്ട് തോഴിയോട് ഇങ്ങനെ കണ്ണ് കാണിച്ചു അവളെ മറയ്ക്കാൻ. അപ്പോൾ പെട്ടെന്ന് തോഴി മറയ്ക്കുമ്പോൾ ആശാൻ പറഞ്ഞു, മൃതിയിലും മഹിളമാർ മറക്കാ മാനം എന്ന് സുഖമായിട്ടില്ല അച്ചടിച്ചിരിക്കുന്നു. മൃതിയിലും മഹിളമാർ മറയ്ക്കാ മാനം. മൃതിയിലും മഹിളമാർ മറയ്ക്കാ മാനം എന്ന് പറഞ്ഞ ഒരു കവി എങ്ങനെ കുമാരനാശാൻ? അപ്പോൾ കാശ് കിട്ടിയാൽ ആരുടെ എന്ത് പഠിക്കാം, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അല്ലാതെ ഈ അച്ചടിക്കുന്നത് ശരിയാണെന്നോ? ഈ ദുരവസ്ഥ കവികൾക്കും എഴുത്തുകാർക്കും ഒന്നും വരാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ വരാതിരിക്കാനാണ് ആധികാരികമായ, ഇപ്പോൾ ഷേക്സ്പിയറുടെ ഒരു ടെക്സ്റ്റൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ പാശ്ചാത്യ യൂണിവേഴ്സിറ്റി വെരിറ്റി എഡിഷൻ എന്നൊക്കെ ചില എഡിഷൻ്റെ പേര് പ്രത്യേകിച്ച് പറയും. അതുപോലെ ഉള്ള എഡിഷൻസ് വള്ളത്തോളിന് വേണം. ഇപ്പോൾ കലാമണ്ഡലത്തിനോട് പറഞ്ഞൊക്കെ ചെയ്യിക്കാമെന്നുള്ള ധാരണയൊന്നുമില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ കാശില്ലാത്തത് കൊണ്ടും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തത് കൊണ്ടും അവിടെ അണിയിച്ചു വെച്ചത് പിഴുതുകൊണ്ട് പോയി എന്ന് പറയുന്ന ഈ കാലത്ത് ഇനി വള്ളത്തോളിൻ്റെ പുസ്തകം അടിക്കണമെന്ന് കൂടെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു അനാവശ്യം പറഞ്ഞതുപോലെ കേട്ട് ചിരിക്കുന്ന ആളുകൾ ഒന്നും പറയാൻ ധൈര്യമില്ല. DC ബുക്സും കറന്റും കൂടെ ചേർന്ന് അത് അച്ചടിക്കാൻ തീരുമാനിച്ചതിന് അവരെ ഞാൻ വള്ളത്തോളിൻ്റെ കുടുംബത്തിലെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങേയറ്റം നിങ്ങളെ സാക്ഷി നിർത്തി അഭിനന്ദിക്കുന്നു.
അതിനകത്ത് അച്ചടിപ്പശകൾ ഉണ്ടാകരുത്. അതിനകത്ത് സൂക്ഷ്മമായിരിക്കുന്ന ശ്രദ്ധയോടുകൂടി ഒന്നാം തരം ഒരു ഓഥന്റിക് ടെക്സ്റ്റ്, ആധികാരികമായിരിക്കുന്ന പാഠ്യം ഗ്രന്ഥമായിട്ട് നിങ്ങൾ അത് പുറത്തിറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ആശാന്റെ ഈ കൃതികൾ ഇതേമാതിരി അങ്ങനെ ഭംഗിയായിട്ട് അച്ചടിച്ചിറക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാവാതെ പകരം ഉള്ള കാശുകൊണ്ട് സിനിമാറ്റിക് ഡാൻസും അതുപോലെ അടിപൊളി സംഗീതവും നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന എൻ്റെ നാട്ടുകാരനായ പാവം കൊച്ചു ബഷീറിന് നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ എം ബഷീർ നമസ്കാരം പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോകുന്നത്. ഇതുമാതിരി കാര്യങ്ങൾ കണ്ടിട്ട് ഉള്ള സങ്കടം കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇത് ആർക്കും എതിരായിട്ട് പറയുന്നതല്ല. എൻ്റെ രാഷ്ട്രീയം നോക്കി എന്നെ എതിർക്കരുത്. എനിക്ക് സ്വന്തം രാഷ്ട്രീയമൊക്കെ കാണും, അഭിപ്രായം കാണും. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു എഴുത്തുകാരനാണ്. ടാഗോറിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ടാഗോറിന്റെ ഏതെങ്കിലും അഭിപ്രായം പറയാം. അതുപോലെ ചില രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇത് പറയുമ്പോൾ ഇവൻ രാഷ്ട്രീയം എന്ന് പറയരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഇന്നത്തെ ഉന്നതരായ രാഷ്ട്രീയക്കാർക്ക് ഉള്ള ഒരു ബോധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരനെ ശ്രദ്ധിക്കണം, അവൻ പറയുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധയില്ലാതാവുന്ന ദിവസം മനസ്സ് നിർഭയമായിട്ടിരിക്കുകയില്ല, ശിരസ് സമുന്നതമായിട്ടിരിക്കുകയില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സ്വർഗത്തിൽ നിന്ന് അവസാനം പാരതന്ത്ര്യത്തിന്റെ നരകത്തിലേക്ക് വീഴുന്ന ഒരു കാലം ഉണ്ടാകുമെന്നർത്ഥം. വള്ളത്തോൾ എന്നും നമുക്ക് ഒരു ചൂണ്ടുവരകയാണ്, ഒരു ചുമരെഴുത്താണ്, ഒരു താക്കീതാണ്. നമ്മുടെ സ്വാതന്ത്ര്യബോധത്തെ നിരന്തരം നിസ്തന്ത്രം ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു ശക്തിയാണ് വള്ളത്തോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ അനുസ്മരണ പ്രഭാഷണം ഈ DC-യുടെ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ സമയം എന്ന ബോധം വരുന്നു. ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രശസ്ത നിരൂപകനും ബഹുഭാഷാ പണ്ഡിതനും വള്ളത്തോൾ കവിതകളെ കുറിച്ച് വളരെയധികം പഠന ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയും DC ബുക്സ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന വള്ളത്തോൾ കവിതകളുടെ എഡിറ്ററുമാണ് പ്രൊഫസർ KP ശങ്കരൻ. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി പ്രൊഫസർ KP ശങ്കരനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൽ ഞാൻ സംഗതിവശാൽ സംബന്ധിക്കാൻ ഇടയായതാണ്. അങ്ങനെയാണെങ്കിലും അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വള്ളത്തോൾ കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ ഒരർത്ഥത്തിൽ ലോകത്തിൻ്റെ തന്നെയോ കവി ആയിരിക്കുമ്പോൾ ഒപ്പം അദ്ദേഹം എൻ്റെ കൂടി കവിയാണ്. അദ്ദേഹത്തിന്റെ കലാമണ്ഡലത്തിൽ നിന്ന് വെളുപ്പാൻ കാലത്ത് ഉയരുന്ന ചെണ്ടകൊട്ട് കേട്ടിട്ടാണ് എന്താണ് താളം എന്ന് അവിദഗ്ധായ രീതിയിലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സംഗീതത്തിൽ എനിക്ക് തീരെ പരിജ്ഞാനമില്ല. പക്ഷേ നമോ നമസ്തേ ശ്രുതി മാത്ര വേദ്യമാം അമോഘ സംഗീത കലാനുഭാവമേ എന്ന് നേരത്തെ ബാധുര്യം പിടിപെട്ട വള്ളത്തോൾ അദ്ദേഹം എഴുതിയതോർക്കുമ്പോൾ സംഗീതം എന്താണ് എന്നോർത്ത് ഞാൻ കോരിത്തരിക്കാറുണ്ട്. ഈ വള്ളത്തോളിനെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് 3-4 തവണ ഭാഗ്യവശാൽ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മറ്റ് താവളങ്ങളിൽ നിന്ന് മാറി അന്നേക്ക് ചെറുതുരുത്തി സ്ഥിരതാമസം ആക്കിയിരുന്നു. ആ ചെറുതുരുത്തിയാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. എന്നെ മലയാളം പഠിപ്പിച്ച അവിടുത്തെ മാധവൻ നായർ മാസ്റ്റർ വള്ളത്തോളിൻ്റെ ഒരു സുഹൃത്തും ആരാധകനും അനുയായിയും ഒക്കെ ആയിരുന്നു. മാധവൻ നായർ മാസ്റ്ററാണ് വള്ളത്തോളിൻ്റെ അടുത്ത് എന്നെ ചില അവസരങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ആദ്യം കൊണ്ടുപോയത് മഹാകവി തൻ്റെ ചൈന പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്ന കാലത്ത് ഞങ്ങൾ സ്കൂളിൽ വെച്ച്, നാട്ടിലെ സ്കൂളല്ലേ, അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തേക്കാം എന്ന് ആലോചിച്ചു. ആ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതിന് ക്ഷണിക്കാൻ മാസ്റ്ററുടെ കൂടെ വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെയും കൊണ്ടുപോയി. വള്ളത്തോള് തന്റെ പ്രസിദ്ധമായ ഉച്ചയുറക്കം കഴിഞ്ഞ് വളരെ പ്രസന്നമായ ഭാവത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന ആ ദൃശ്യം ഇപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മീറ്റിങ്ങിനൊന്നും വരില്ല. അന്ന് അദ്ദേഹം ഋഗ്വേദം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നുവെച്ച്
അദ്ദേഹത്തിന് സമയമില്ല എന്നർത്ഥമില്ല. ഏകാഗ്രമായ ഒരു സമർപ്പണമാണ്. ഈ മാതിരി ഒരു യജ്ഞത്തിൽ അദ്ദേഹം സ്വയം നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് താൻ പുറത്ത് പ്രസംഗങ്ങൾക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു. ഒപ്പം സ്വതസിദ്ധായ ഭാഷയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു, അല്ല, നാട്ടിലെ മഹാകവിക്ക് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കൂടി ഒരു പണക്കിഴി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്ന്. ഞങ്ങൾ ഇവിടുന്ന് പണക്കിഴി കൊടുക്കുന്നു, ഞങ്ങളങ്ങനെ തിരിച്ചിട്ടാണ് സാഹിത്യ സമാജം നടത്തുക. അപ്പൊ ഞങ്ങളുടെ കഴിവുകേട് അദ്ദേഹത്തെ അറിയിച്ചെന്ന് വെച്ചാൽ മാധവൻ ഭാഷികനെ കയ്യിൽ എഴുതി കാണിക്കാൻ. വിദ്യാർത്ഥിയായ എനിക്ക് നീരസമുണ്ടാവേണ്ട എന്ന് കരുതിയാവാം അദ്ദേഹം എന്നെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് താൻ ചൈന പര്യടനത്തിൽ ശേഖരിച്ചിരുന്ന പല കൗതുക വസ്തുക്കൾ കാണിച്ചു തരികയുണ്ടായി. അവിടുത്തെ ദേശീയ വേഷത്തിൽ എടുത്ത ചില ചിത്രങ്ങൾ. ഇന്നെനിക്ക് വള്ളത്തോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ വലിയ കൗതുകം തോന്നാത്തത് ഞാനിതൊക്കെ അന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അതിന്റെ ഉദാഹരണം പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടന്ന ആ സംഗതി, അതിനെക്കുറിച്ച് വൈലോപ്പള്ളി കവിത എഴുതിയിട്ടുണ്ട്. ഈ നെഹ്റു അദ്ദേഹത്തെ മണിഹാരം അർപ്പിച്ച ആ രംഗത്തിന് അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ സാക്ഷിയാണ്. ശരിയാണ്, മണിഹാരം അർപ്പിക്കാനായിട്ട് അദ്ദേഹം നെഹ്റുവിന്റെ മുമ്പിൽ തലയൊന്ന് കുനിച്ചു കൊടുത്തു. പക്ഷേ അർപ്പിച്ച ഉടനെ നെഹ്റുവിനേക്കാൾ ഒട്ടും കുറയാത്ത ഔന്നത്യം തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തല എടുക്കുന്നത് അതിന് സാക്ഷിയായ ഞങ്ങൾക്കൊക്കെ അറിയാം. നെഹ്റു തീർച്ചയായും ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകത്തിലെ മറ്റ് പല രാഷ്ട്രങ്ങളും കണ്ട ഏറ്റവും ഉജ്ജ്വലനായ പ്രധാനമന്ത്രി. ആ നെഹ്റുവിന്റെ മുമ്പിൽ പോലും ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്, അദൃശ്യം എന്ന് പറയാവുന്ന ആത്മവിശ്വാസത്തിന് യാതൊരു വൈകല്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഫലമാവാം അദ്ദേഹത്തിന്റെ വിമർശകന്മാരെ കുറിച്ച് ഒട്ടും നിഷ്ഫലരായിരുന്നില്ല. കോട്ടയം സാഹിത്യ പരിഷത്താവും എന്ന് തോന്നുന്നു അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്ത പരിഷത്ത്. അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു വിമർശന സമ്മേളനം നടന്നു. വിമർശന സമ്മേളനത്തിൽ അന്നത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ശബ്ദം പല സാംസ്കാരിക പ്രശ്നങ്ങളെ സ്പർശിച്ച കൂട്ടത്തിൽ വള്ളത്തോൾ കവിതയ്ക്ക് അത്ര ഭൂഷണമല്ലാത്ത ചില സംഗതികളും പരാമർശിക്കുകയുണ്ടായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വള്ളത്തോൾ വന്ന് പന്തലിന്റെ മുൻ ഗോപുരത്തിന്റെ അവിടെ ഇറങ്ങുന്നു, നേരെ വേദിയിലേക്ക് കയറാൻ തുടങ്ങുന്നു. ആ നേരത്ത് ആരോ ഒരാള് അദ്ദേഹത്തിനെ കയ്യിൽ എഴുതി കാണിച്ചു കൊടുത്തു, ഇന്നാള് അങ്ങയുടെ കവിതയെക്കുറിച്ച് ഇതാ ഇന്ന തരത്തിലൊക്കെ പരാമർശിക്കുകയുണ്ടായി എന്ന്. അദ്ദേഹം വളരെ ഉറക്കെ, തന്റെ ശബ്ദം തനിക്ക് തന്നെ കേൾക്കാത്തത് കൊണ്ട് ശബ്ദത്തിൽ നിയന്ത്രണം ആവശ്യമില്ലല്ലോ, അദ്ദേഹം വളരെ ഉറക്കെ പറഞ്ഞത് ഞങ്ങളാൽ ചിലർ കേട്ടു നിൽക്കുന്നുണ്ട്. പറഞ്ഞത് ഇതാണ്, അവന് കവിത വായിച്ചാൽ മനസ്സിലാവുമോ? സർവനാമം ഉപയോഗിച്ചത് അവൻ എന്ന് തന്നെ. ഇത് ധിക്കാരമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരന്റെ, ഒരു കവിയുടെ ആത്മവിശ്വാസമാണ്. ഈ നാടിന്റെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക സിംഹാസനം ഇവിടുത്തെ ഭരണാധികാരിക്കല്ല, തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് എങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് തെളിയിച്ചുവോ അതുപോലെ തന്നെയാണ് ഈ കോട്ടയം സാഹിത്യ പരിഷത്തിന്റെ വേദിയിൽ വെച്ചിട്ടും, വേദിയല്ല അതിലേക്ക് കടക്കാനുള്ള സോപാനത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടും തെളിയിച്ചത്. ഈ വിശ്വാസം ഇത് എഴുത്തുകാരന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക കാലഘട്ടത്തിന്റെ വലിയ ഒരു ദയനീയത. മാത്രമല്ല, നമുക്ക് ഭാഷ, സംസ്കാരം, ഈ മാതിരി അംശങ്ങളോട് മമതയില്ലാതെയായി പോകുന്നു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ നിരത്ത് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടി വന്നു. ശ്രീ പത്മനാഭനുണ്ട്, ഞങ്ങളിവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. സംഗതിയുണ്ട്, അവിടെ ഒരു ഇംഗ്ലീഷ് പടം, മനുഷ്യനല്ല, എട്ടുകാലി മനുഷ്യനെ കാണാൻ ആളുകൾ നിരനിരയായി നിൽക്കുകയാണ്. എന്തൊരു പുരുഷാരം ഈ തിയേറ്ററിന് മുൻപിൽ എന്ന് പണ്ട് എൻ വി കൃഷ്ണവാര്യർ എഴുതി. എന്തുകൊണ്ടാ പുരുഷാരം? മുൻപ് ഇങ്ങു വന്നീല ഇപ്പോരമാം കൊലപ്പടം എന്ന്. ഇവരാണ് ആളുകൾ നിരക്കുന്നത്. വള്ളത്തോൾ എന്ന് ഇനി
ഇനി അതിന്റെ ഉച്ചാരണം തെറ്റാതെ മലയാളത്തിന്റെ അടുത്ത തലമുറകളിൽ എത്ര പേർ ശ്രദ്ധിക്കും എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിരാമനാർ പറഞ്ഞിരുന്നു, അദ്ദേഹം കൊല്ലംകോട് അധ്യാപകനായിരുന്ന കാലത്ത് കുട്ടികളെ നിരത്തിത്തല്ലും വെള്ളത്തോളൊന്ന് ശരിക്ക് ഉച്ചരിപ്പിക്കാനായിട്ട്. കാരണം ആ ശബ്ദത്തിന് വാ എന്ന് തുടങ്ങുമ്പോൾ അത്തരം ശബ്ദങ്ങൾക്ക് മലയാളത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. അത് തനി വാ എന്നല്ല, തനി വേ എന്നല്ല, അതിന്റെ ഇടയ്ക്കൊരു സ്ഥാനത്താണ് ഉച്ചരിക്കേണ്ടത്. ഇത് ശരിക്കും ഉച്ചരിക്കുന്നില്ല എന്നതൊറ്റ കാരണം കൊണ്ട് കുഞ്ഞിരാമനാർ തന്റെ ശിഷ്യന്മാരെ ശിക്ഷിച്ചിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കാലമൊക്കെ പോയി. ഇപ്പോ ഇത് ഇംഗ്ലീഷ് ലിപിയിൽ എഴുതി കാണിച്ചിട്ട് എന്താവും നാളത്തെ കുട്ടികൾ വല്ലാത്തോൾ എന്ന് വായിച്ചേക്കാം. അവിടേക്കാണ് നമ്മുടെ സംസ്കാരവും ഭാഷയും എത്തി വീഴുന്നത്. നമുക്ക് എന്ത് പ്രതിരോധമുണ്ട്? പല വലിയ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആഗോളവൽക്കരണം എന്നൊക്കെയുള്ള, എനിക്ക് ഈ വാക്കുകളെ തന്നെ പേടിയാണ്. പല വാക്കുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് വൽക്കരണമായാലും ശരി, ഇത് വാൽക്കരണമാവാതെ നമ്മൾ ഇതിന്റെ വാല് ആയി മാറുക എന്ന അവസ്ഥ ആവാതെ സൂക്ഷിക്കണം. അതിനുള്ള ആത്മവിശ്വാസം, അതിനുള്ള അന്തഃപ്രചോദനം, അതാണ് നമ്മൾ വെള്ളത്തോളിൽ തേടേണ്ടത്. പ്രാദേശികമായ സ്വത്വം, സാംസ്കാരിക തനിമ, അങ്ങനെയൊന്നും മലയാളിക്കുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ആള് വെള്ളത്തോളാണ്. ഈ പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ എന്നാകുന്നു വെള്ളത്തോളിനെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ ആദ്യമായി അനുസ്മരിക്കേണ്ട സംഗതി. പിന്നെ നേരത്തെ ശ്രീ ദേവൻ സൂചിപ്പിച്ചു എന്ത് ഭാഷയിലാണ് ഇന്നത്തെ എഴുത്തുകാർ എഴുതുന്നത് എന്നൊക്കെ. എന്ത് ഭാഷയിൽ എഴുതുന്നു മാത്രമല്ല, എന്താണ് ഇവർ എഴുതുന്നത്, എന്തിനെ കുറിച്ചാണ് എന്നും പേടിക്കാറായിരിക്കുന്നു. വള്ളത്തോള് അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതിൽ പിന്നെ വ്യാപരിച്ചത് മുഴുവൻ ജീവിതം എന്ന വിശാലമായ മേഖലയിലാണ്. ആരോ പറഞ്ഞ മാതിരി ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്കും അഷിപ്പാത്രം എന്ന് പിൻതലമുറയിൽ പറഞ്ഞതിന് ഇദ്ദേഹമാണ് മാതൃക സൃഷ്ടിച്ചത്. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ മഹാകാവ്യം വായിച്ചു നോക്കി. അതൊക്കെ ഒരുതരം അഭ്യാസമാണ്. അത് വായിച്ചു നോക്കി. ആദ്യകാല കൃതികളും വായിച്ചു നോക്കി. വീണ്ടും വളരെ ഈ കുളിക്കാതെ കുളിച്ചു എന്ന് വരുത്തുന്നൊരു ഏർപ്പാടുണ്ട്. ഞങ്ങൾ മലയാളാധ്യാപകരിതിന് അപന്നുതി, കൈതവാപന്നുതി എന്നൊക്കെയാണ് സാങ്കേതികമായിട്ട് പറയാം. പക്ഷികള് വൈകുന്നേരമാകുമ്പോ തേടിയ ഇര കൊക്കിലൊതുക്കിക്കൊണ്ട് കൂട്ടിലേക്ക് തിരിച്ചു പറക്കുകയാണ്, അവിടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട്. അങ്ങനെ ധൃതിയിൽ തിരിച്ചു പറക്കുന്ന പക്ഷികൾ താഴെ ഭാരതപ്പുഴയിൽ നിഴലിക്കുന്ന അവയുടെ രൂപമുണ്ടല്ല, ആ രൂപം കൊണ്ട് കുളിച്ചു എന്നാണ് വള്ളത്തോൾ പറയുന്നത്. പ്രതിനാം ഇരകൊണ്ട് കൂട്ടിലെത്തുന്നതിന് ഇണയത്തു പറന്നുപോം ഖഗങ്ങൾ പ്രതിഫലനമിഷ നിളാജലത്തിൽ ധൃതിയോട് ചെയ്തു ദിനാന്തമജ്ജനത്തെ എന്ന്. ഇതില് മുഹമ്മദിയൻ, നായർ സ്ത്രീയൻ മുഹമ്മദിയൻ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്. അതിലത്തെ ശ്ലോകമാണ്. അതിലൊരു സൂത്രമുണ്ട്. ശരിക്കും പക്ഷികൾ കുളിക്കുന്നില്ല. പ്രതിഫലന നിഷ എന്നാണ്, നിഴലിച്ചു എന്നൊരു വ്യാജം കൊണ്ട്. പക്ഷേ ഇത് എഴുതുമ്പോൾ പോലും കൈതവാപന്നുതിക്ക് ഇങ്ങനെ സാങ്കേതികമായി ലക്ഷണം ചമയ്ക്കുന്ന ആ ശ്ലോകത്തിൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുജീവിതത്തിന്റെ ഒരു നാഭിനാള ബന്ധമാണ് ശ്രദ്ധിക്കാനുള്ളത്. അർത്ഥം മനസ്സിലാവാതെ ഞാൻ കുട്ടിക്കാലത്ത് ഈ ശ്ലോകം ഇരുന്ന് വായിക്കുമ്പോൾ എന്റെ അയൽവക്കത്തെ കൂലിപ്പണിക്കാരിയായ കുഞ്ഞിമാലുവമ്മ നിത്യം വന്ന അന്തിക്ക് അമ്മയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുളിക്കാനൊന്നും ഇടയില്ല, എന്നാലും ശരി പണി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ തിടുക്കത്തിൽ ഭാരതപ്പുഴയിൽ നിന്ന് നനഞ്ഞാൽ അതിന്റെ ഒരു സുഖം വേറെയാണ്. ഈ ജീവിതബോധമാണ് താൻ ചിട്ടപ്പെടുത്തിയ സാങ്കേതിക ദൃഷ്ടാന്തങ്ങളിൽ പോലും വെള്ളത്തോട് പറഞ്ഞു. ഇതാണ് പിന്നീട് സാഹിത്യപഞ്ചരി കവിതകളായിട്ട് വികസിച്ചത്. ഇതും അതെ, വെള്ളത്തോട് കാണിച്ച ഈ ജീവിതബോധം, ജീവിതത്തിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിക്കുക എന്ന ഈ ആശയം, ഇതും അതെ ഇന്നത്തെ കവികൾ വിശേഷിച്ച് ഓർമ്മിക്കേണ്ടതാണ്. ഈ തിരുവനന്തപുരം പ്രസംഗത്തിന്റെ സംഭവത്തെക്കുറിച്ച് വൈലോപ്പിള്ളി കവിത എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വൈലോപ്പിള്ളി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയായിരുന്നു വള്ളത്തോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ ആദർശ കവി കുമാരനാശാനാണെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി വള്ളത്തോളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ അധ്യാപകനായി പോയത് മോശമായി, വള്ളത്തോളിനെ പോലെ
സ്വതന്ത്രമാവേണ്ടിയിരുന്നു. ഈ തെറിപ്പാക്ക് ചവയ്ക്കുക എന്ന് ഇതിലാണ് കൊച്ചു സീതയില് ഈ തെറിപ്പാക്ക് ചവയ്ക്കുക എന്ന് വള്ളത്തോൾ എഴുതിയതിനെ കുറിച്ച് വൈലപ്പള്ളിക്ക് വലിയ അഭിമാനമായിരുന്നു. ഇത് എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകനായ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ ഇഷ്ടം, വലിയ ആരാധന. ആ വള്ളത്തോളിനെ കുറിച്ച് ഒരു വള്ളത്തോൾ സ്മരണ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് അവസാന കാലത്ത് വൈലപ്പള്ളി ഒരു കവിത എഴുതിയിട്ടുണ്ട്. പണ്ട് പ്രസിദ്ധമായ കലാമണ്ഡലം ആരംഭിച്ച അമ്പലപുരം കൊട്ടാരം, അതിലൊരു അനുഭവം. ഉച്ചയൂണിന് ചുറ്റുവട്ടത്തെ കുട്ടികളൊക്കെ അവിടെ സമ്മേളിക്കുന്നത് ചോറ് മതിയാവില്ല എന്ന് തോന്നുന്ന കുട്ടികൾക്ക് അത് മതിയാവണം വിളമ്പിക്കൊടുക്കാനായിട്ട് മാധവിയമ്മയെ വള്ളത്തോട് വിളിക്കുന്നത്, സാക്ഷാൽ അന്നപൂർണ്ണയായിട്ട് അവർ കോണി ഇറങ്ങി വരുന്നത്, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ആ കവിതയിൽ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയോ, ഇപ്പൊ ആ ഭാഗത്ത് കൊട്ടാരത്തിൽ പൊളിച്ചുപോയി. അവിടെ തൃശ്ശൂരിലെ പ്രസിദ്ധരായ കൈതച്ചക്ക കച്ചവടക്കാർ അവരവരുടെ തോട്ടം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലൊരു മുതലാളിയുടെ ആർഭാടം തിരിഞ്ഞൊരു കെട്ടിടത്തിൽ കവി വൈലോപ്പിള്ളി ഒരു അന്തിക്ക് അതിഥിയായി ചെല്ലുന്നു. ആ അനുഭവമാണ് കവിതയിൽ ഒടുക്കം വരുന്നത്. ഇദ്ദേഹം ഈ അതിഥി കുടിച്ച് കുറുങ്കത്തിയാടുക, അതാണ് കവിതയിലെ വാക്ക്. കുടിച്ച് കുറുങ്കത്തിയാടുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെ വിലപ്പെട്ട റേഡിയോ യന്ത്രം വള്ളത്തോളിന്റെ യുവ വിദ്യാർത്ഥികളോട് എന്ന കവിത ആലപിക്കുന്നു. ഇത് ആലപിച്ച് കേട്ടപ്പോൾ ഈ കുറുങ്കത്തിക്കാരന് അത്ര പഥ്യം തോന്നിയില്ല. അദ്ദേഹം ആ പാട്ട് നിർത്തിക്കുന്നു എന്ന് വ്യാകരണം പറഞ്ഞ പ്രയോജക ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൃഹസ്ഥൻ ആംഗ്യത്താനെ ആണ്, വാക്ക് പറയാവുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. ആംഗ്യത്താനെ റേഡിയോ നിർത്തിക്കുന്നു. ഇനി വൈലപ്പള്ളി എഴുതുക, ഗ്രസിച്ചു കുഗ്രാമത്തെ ഗാഠാന്ധകാരൻ മേന്മേൽ എന്നാണ്. താൻ പണ്ട് എന്റെ ഗ്രാമം എന്ന കവിത എഴുതിയപ്പോ ഗ്രാമത്തെ ഇങ്ങനെ മോചനമില്ലാത്ത ഒരു ഇരുള് വിഴുങ്ങുന്നതായിട്ട് വൈലപ്പള്ളിക്ക് തോന്നിയിട്ടില്ല. ഗ്രാമത്തിൽ ഇരുട്ടുണ്ട്, പക്ഷെ ആ ഇരുട്ടിനൊക്കെ മോചനമായിട്ട് അദ്ദേഹം ഒരു ദീപനാളം കാണിച്ചു വെച്ചിട്ടുണ്ട്. നേരെ കുറച്ച് ഈ വള്ളത്തോൾ സ്മരണയില്ലേ, ഗ്രസിച്ചു കുഗ്രാമത്തെ ഗാഠാന്ധകാരൻ മേന്മേൽ എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സാംസ്കാരിക മണ്ഡലം ഇന്ന് നേരിടുന്ന അപജയത്തിന്റെ ഒന്നാം തരം ഉദാഹരണമാണ്. ഓർക്കുകയായി ഞാനും മാപ്പ് നൽകുക മഹാകവി, എന്തിനാ മാപ്പ് നൽകേണ്ടത്? ഈ കഥകളിക്ക് ഇപ്പോൾ പാട്ട് ഇതല്ലല്ലോ വേണ്ടു, അങ്ങയുടെ യുവവിദ്യാർത്ഥികളോടുള്ള ആഹ്വാനം എന്നിട്ട് നിന്ന് കാരാഗ്രഹപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ദുഃഖത്തിന്റെ സ്പർശത്തോടു കൂടിയാണ് ആ കവിത കലാശിക്കുന്നത്. ആ ദുഃഖം ഇന്നത്തെ സാംസ്കാരിക കേരളത്തിന്റെ ദുഃഖമാകുന്നു. ഈ ഗാഠാന്ധകാരത്തിൽ നമുക്ക് ഒരു തിരുനാളം തെളിയിക്കാൻ വള്ളത്തോൾ സ്മരണ സഹായകമാവട്ടെ. ആ സ്മരണയെ ഉദ്ദീപിപ്പിക്കുമാറാവട്ടെ DC ബുക്സ് തുടർന്ന് പ്രസിദ്ധം ചെയ്യാനിരിക്കുന്ന വള്ളത്തോൾ കൃതികളുടെ സമ്പൂർണ്ണ പതിപ്പ് എന്ന ആശംസയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞങ്ങളോടുള്ള ഔദാര്യത്തിന്റെ പേരിൽ ശ്രീ അക്കിത്തം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടിവെക്കുകയുണ്ടായി. ആ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാൻ